ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറ്റൊരു ശബ്ദ രേഖ കൂടി പുറത്തു വരുന്നത്. ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന രേഖകളാണ് നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സ്ക്രീൻഷോട്ടിൽ വ്യക്തമാകുന്നത് ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. തനിക്ക് ഗർഭിണിയാകണ്ടെന്ന് പറയുന്നെങ്കിലും ഗർഭിണിയാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിക്കുകയാണ്. ഗർഭിണിയാകാൻ തയ്യാറെടുത്തോളൂ എന്നുള്ളതാണ് ഈ ചാറ്റിൽ പറയുന്നത്. അതിനുശേഷമുള്ള ഓഡിയോയിലാണ് കുറച്ചുകൂടി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭ ചിത്രം നടത്താൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന നിലയിലുള്ള വിവരങ്ങൾ, ആ വാക്കുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൽ പറയുന്നത് വളരെ അവശയായി, വളരെ നിസ്സഹായ അവസ്ഥയിൽ ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുകയാണ്. ഞാനല്ലല്ലോ നിർബന്ധിച്ചത്, താൻ തന്നെയല്ലേ നിർബന്ധിച്ചത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അസഭ്യം ഉൾപ്പെടെ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, താൻ ആദ്യം പോയി ആശുപത്രിയിൽ കാണിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടി മറുപടി നൽകുന്നത്, ആശുപത്രിയിൽ കാണിക്കാൻ പോയാൽ തൻ്റെ അമ്മയ്ക്ക് ഉൾപ്പെടെ അറിയുന്ന ഡോക്ടറാണ് ആശുപത്രിയിലുള്ളത്, അതുകൊണ്ട് തന്നെ തനിക്ക് ഭയമുണ്ട്, താൻ വളരെ അവശയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി നൽകുന്നത്, ഒരു മാസം മാത്രം ഗർഭിണിയാകുമ്പോൾ എത്രമാത്രം അവശയാകുമെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം, മറ്റുള്ളവരുടെ കാര്യമൊക്കെ എടുത്തു നോക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനും പെൺകുട്ടി മറുപടി പറയുന്നത്, തൻ്റെ കാര്യമാണ്, തൻ്റെ ശാരീരികാവസ്ഥയാണ് താൻ പറയുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെയല്ല. മറ്റുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ കാര്യമാണ് അറിയുന്നത്, അതാണ് താൻ പറയുന്നത് എന്നതാണ് ഈ ശബ്ദരേഖയിൽ പെൺകുട്ടി വ്യക്തമാക്കുന്നത്. ഒരുപാട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒക്കെ സഹിച്ച നിലയിൽ തന്നെയാണ് പെൺകുട്ടി ആ ഫോൺ സംഭാഷണത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ നേരത്തെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരികയും വലിയ തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണവും ഒപ്പം തന്നെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചതുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷം പൊതുപരിപാടികളിൽ നിന്നുൾപ്പെടെ രാഹുൽ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയ ഘട്ടത്തിൽ കൂടുതൽ പരിപാടികളിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ പുതിയൊരു ഓഡിയോ സംഭാഷണം കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട കാര്യം. എന്തായാലും രാഹുലിന് കൂടുതൽ കുരുക്ക് മുറുക്കുകയും രാഹുലിൻ്റെ ഈ ഗർഭചിത്രം നടത്താനും ഒപ്പം തന്നെ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള പരാതിയിൽ അതിൽ കൂടുതൽ തെളിവുകൾ ഒക്കെ പുറത്തു വരുന്ന സാഹചര്യമാണ് ഈ പുതിയ ഓഡിയോ സന്ദേശത്തിലൂടെ ഉള്ളത്. അതിൽ വളരെ വൈകാരികമായി, വളരെ വിഷമത്തോടെ ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കുന്നെങ്കിലും രാഹുൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ആശുപത്രിയിൽ പോകൂ, ഈ ഗർഭചിത്രം നടത്തൂ എന്നുള്ളതാണ് ആവർത്തിച്ച് രാഹുൽ ഈ ഓഡിയോയിൽ വ്യക്തമാക്കുന്നത്. പെൺകുട്ടിയാണെങ്കിൽ തൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, താൻ തന്നെയല്ലേ ഇങ്ങനെ ഗർഭിണിയാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി ഈ ശബ്ദരേഖയിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പുതിയ ഈ ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും. പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വളരെ സജീവമായി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നതിന് ഇടയിലാണ് ഇങ്ങനെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നേരത്തെ ധാർമ്മികത ആരോപിച്ച് കോൺഗ്രസ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും നിയമസഭയിൽ വന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കടുത്ത നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് പിന്നീട് നിയമസഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആശമാരുടെ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പരിപാടിയിൽ നിന്ന് പോയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി എത്തിയത്. ഇങ്ങനെയുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നതിന് ഇടയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പ്രചാരണമൊക്കെയായി മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് അതിവൈകാരികമായി, ഒരുപക്ഷെ കേൾക്കുന്നയാളെ ഒക്കെ വേദനിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു പെൺകുട്ടിയുടെ ഓഡിയോ സംഭാഷണം, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഫോണിൽ സംസാരിക്കുന്ന ഈ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആ സ്ക്രീൻഷോട്ടിൽ തന്നെ കൃത്യമായി വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ കാര്യത്തിൽ പെൺകുട്ടിയെ ഗർഭിണിയാകാൻ പ്രേരിപ്പിക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഈ ഓഡിയോ സന്ദേശത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് കൈയൊഴിയുകയും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നേരത്തെ വന്ന ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള എതിർപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി ഉയർന്നിരുന്നു. പക്ഷേ ചില രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികളും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരാനും വ്യാജ ആരോപണമാണ്, അല്ലെ പെൺകുട്ടിയെപ്പോലും മോശമായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നു. അത് ഇപ്പോഴും തുടരുന്നതിനിടയിലാണ് അടുത്ത ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ തിരിച്ചടിയാകുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരു തിരിച്ചുവരവിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന കളങ്കമൊക്കെ മാറ്റി തിരിച്ചു വരാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം പ്രചാരണ പരിപാടികളിലും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വീണ്ടും സജീവമായൊരു നീക്കമൊക്കെ
ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ അതിവൈകാരികമായ, ഒരുപക്ഷെ നമ്മൾ നേരത്തെ കേട്ടതിലും വൈകാരികമായ നിലയിലാണ് പെൺകുട്ടി സംസാരിക്കുന്നത്. ഏറെ അവശയായി, ഏറെ സങ്കടത്തോടെ, വിഷമത്തോടെയൊക്കെ സംസാരിക്കുകയാണ്. തനിക്ക് ഗർഭചിത്രം നടത്താൻ പോകണമെങ്കിൽ താൻ വളരെ അവശയാണ്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്, തൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ, കുടുംബാംഗങ്ങൾ ഒക്കെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് സംശയമുണ്ട്. അങ്ങനെ അവർക്കൊന്നും മുഖം നൽകാൻ കഴിയാത്ത നിലയിൽ, അവരോടൊന്നും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഒക്കെ തൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടും ഒരുപാട് ഉണ്ട് എന്ന് ഈ ഓഡിയോ സന്ദേശത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയോട് ഡോക്ടറെ പോയി കാണൂ എന്ന് പറയുന്നത്. ആ ഡോക്ടറെ നിർദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്നും ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഏത് ഡോക്ടറെയാണ്, ഏത് ആശുപത്രിയിലേക്കാണ് പോകുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ ശബ്ദ സന്ദേശത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞത് അമ്മയ്ക്കുൾപ്പെടെ അറിയുന്ന ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ഭയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആദ്യം ഡോക്ടറെ പോയി കാണൂ, പിന്നീടല്ലേ, ഇന്നൊരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോഴും ആ പെൺകുട്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയായിരുന്നു ഇത്? ഇങ്ങനെ ഒഴിഞ്ഞു മാറാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ തന്നെ കൊണ്ട് ഇതിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ നേരത്തെ ഉള്ള സ്വഭാവത്തിലല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് എന്നും ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. നേരത്തെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ താൻ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസഭ്യം പറയുന്നത്. അസഭ്യം പറഞ്ഞതിന് ശേഷം വീണ്ടും ആ പെൺകുട്ടിയോട് ആക്രോശിക്കുന്നത്, ഈ ലോകത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകൂ എന്ന് ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. അജി, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തലത്തിലാണ് പുതിയ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പാലക്കാട് പ്രചരണത്തിനെത്തി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പരിപാടികളിലടക്കം പങ്കെടുത്ത് ഒരു ക്ലീൻ ഇമേജ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ഇപ്പോൾ സംഭാഷണമടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദ സന്ദേശം അടക്കമുള്ള എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. അതിൽ എടുത്തു പറയേണ്ടത്, ഒരു പെൺകുട്ടിയുടെ പ്രഗ്നൻസി പീരീഡിൽ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമുക്കറിയാം. അത്തരത്തിൽ ആ സമയത്ത് പോലും ആ പെൺകുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുന്ന ഒരു പ്രവണതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണിച്ചത്. ലൈംഗിക ആരോപണത്തിൽ കൂടുതൽ കുരുക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഘട്ടത്തിൽ വരുന്നത്. വിജിൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആ സംഭാഷണത്തിൽ, ഓഡിയോ സംഭാഷണത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്. പ്രഗ്നൻസിയുടെ പീരീഡിലാണ്, അപ്പോൾ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. തൻ്റെ അമ്മയ്ക്കറിയാവുന്ന ഡോക്ടർ ഉൾപ്പെടെ അവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിലെല്ലാം അറിയുമെന്ന തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ അവൾ പറയുന്നുമുണ്ട്. അപ്പോൾ നേരത്തെ വിജിൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, പാലക്കാട് നിന്ന് പൊതുപരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ നാളായി വിട്ടുനിൽക്കുകയായിരുന്നു. വീണ്ടും ഒരു ക്ലീൻ ഇമേജ് നേടിയെടുക്കാൻ രാഹുൽ ശ്രമിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പരസ്യ പിന്തുണയുമായി പാലക്കാട്ടേക്ക് വരുന്നു. പാലക്കാട്ടേക്ക് വന്ന് അവിടെ ഒരു പിന്തുണ കൊടുക്കുന്ന സമീപനങ്ങളൊക്കെ കണ്ടു. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ രാഹുൽ അനുകൂലികൾ ഒരുപാട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, റീലുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാവുന്ന സ്ഥിതിവിശേഷമല്ലേ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ കണ്ടത് അല്ല, ഇതിനും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പെൺകുട്ടി ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആ ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയല്ലേ, പ്രത്യേകിച്ച് രാഹുൽ? അജി, അല്പസമയം മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് അകത്താക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെതിരെ CPM തന്നെ ആരോപണം കടുപ്പിക്കുന്നു. CPM ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് ജനങ്ങളുടെ മനസ്സിൽ നിന്നാണ് പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയരുന്നത്. അത് ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയരും എന്നുള്ള കാര്യമാണ് MV ജയരാജൻ വ്യക്തമാക്കിയത്. അത് സ്വാഭാവികമായും കോൺഗ്രസിന് നേരെ തന്നെ വിരൽ ചൂണ്ടുന്നതാണ്. കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ CPM ഉൾപ്പെടെ പുതിയ ഈ ശബ്ദ സന്ദേശം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. പിന്നീട് ഗുരുതരമായ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്ത് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഒക്കെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. പിന്നീട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ
രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ ഘട്ടത്തിലും ഒരു കോൺഗ്രസ് നേതാക്കളോ UDF മറ്റ് നേതാക്കളോ ആരും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്തിടപെടാൻ പോലും തയ്യാറായിരുന്നില്ല. ലീഗ് നേതാക്കൾ ഒക്കെയാണ് ആ ഘട്ടത്തിൽ രാഹുലുമായി സംസാരിക്കാനൊക്കെ അടുത്തേക്ക് എത്തിയത്. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ശക്തമായ വിയോജിപ്പിനെ തുടർന്നാണ് ഈ നിയമസഭാ